നമസ്കാരം. ബുധൻ, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ ഒരേ രാശിയിൽ പ്രവേശിക്കുമ്പോഴാണ് ചതുർഗ്രഹി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ യോഗത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നിലവിൽ സൂര്യനും ശുക്രനും കുംഭത്തിലാണ് നിൽക്കുന്നത്. ബുധൻ ഫെബ്രുവരി 11 കുംഭത്തിൽ പ്രവേശിക്കുന്നതാണ്. ചന്ദ്രൻ ഫെബ്രുവരി 27 കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു. ഈ 4 ഗ്രഹങ്ങളും കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയുന്ന ദിവസങ്ങളായി മാറും. ഏതെല്ലാം രാശിക്കാർക്കാണ് അഥവാ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യത്തെ രാശി കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ചതുർഗ്രഹി യോഗം രൂപപ്പെടുന്നത് 4 ഗ്രഹങ്ങൾ കുംഭം രാശിയിൽ സംയോജിക്കുന്നതിനാലാണ്. അതിനാൽ തന്നെ കുംഭം രാശിക്കാർക്ക് അനവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. സാമ്പത്തികപരമായ പുരോഗതി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഇവർക്കുള്ളത്. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പ്രണയ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരും. ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം. സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ ഇത് ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും, കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പലവിധ തലവേദനകൾ നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കുറച്ച് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കഷ്ടകാലം ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷവും സമാധാനവും ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കുണ്ട്. കഷ്ടകാലം ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിലൂടെ പണം സമ്പാദിക്കാനുള്ള യോഗവും ഇവരിൽ തെളിയുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പലവിധ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങൾ വഴി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും, പടികടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. അത്രമേൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി തീരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. മേടം രാശിയുടെ 11ാം ഭാവത്തിലാണ് ചതുർഗ്രഹി യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ മേടം രാശിക്കാർക്കും നേട്ടങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശത്തേക്ക് പഠിക്കുവാൻ പോകുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് പ്രതികൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും.
സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കഷ്ടകാലം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇരട്ടിക്കുന്നതായ സാഹചര്യങ്ങൾ, അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രധാനമായും ഈ സമയം ഓർക്കുക. പല കാര്യങ്ങളിലും നിങ്ങൾ നേരിട്ടിരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും ചിന്തിക്കേണ്ടത്, വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ എടുത്തുചാട്ടവും മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിനയായി തീരും. അതായത് മറ്റുള്ളവർ പറയുന്നതായ അഭിപ്രായങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ അതേക്കുറിച്ച് ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പുരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാർക്ക് ചതുർഗ്രഹി യോഗത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹിച്ചതായ ഒട്ടനവധി കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും വിചാരിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും ഇല്ലാതാകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ യോഗം ലഭിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് തേടി എത്താവുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. തുടക്കത്തിൽ പലവിധ തടസ്സങ്ങൾ ഇവർക്ക് കടന്ന് വന്നു എന്ന് വരാം. അത് ഏതൊരു കാര്യത്തിലും തുടക്കത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുകയും പിന്നീട് കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ യോഗം ഇവർക്ക് വന്നു ചേരും. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. സാമ്പത്തിക മുന്നേറ്റത്തിനായി അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതുമാണ്. ചതുർഗ്രഹി യോഗത്താൽ നേട്ടങ്ങൾ പലതും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരു രാജാവിനെ പോലെ വാഴാനുള്ള യോഗം ഇവർക്ക് ലഭിക്കും. അതിനുള്ള അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് ബിസിനസ് പരമോ തൊഴിൽപരമോ ആകാം. കൂടാതെ വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. കഷ്ടകാലം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ പോലും അതിൽ ചിലതിലെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാം. ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി നിങ്ങളെ തേടി എത്തുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക.